ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നിസാൻ ഒരു പുതിയ SUV കൊണ്ടിരുന്നു, അതായത് ടെക്ടോൺ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം ടെക്ടോൺ പേരിലായിരുന്നു. പക്ഷേ അവർ രണ്ട് വണ്ടികളാണ് ഇനീഷ്യലി അനൗൺസ് ചെയ്തിരുന്നു. ഒന്നൊരു പുതിയ SUVയും അതുപോലെ പിന്നെ ഒരു 7-സീറ്റർ MPV. അതിൽ 7-സീറ്റർ MPV എന്ന് പറയുന്നത് നമ്മുടെ റെനോ ഡ്രൈവർ ബേസ്ഡ് ആയിട്ടുള്ള വണ്ടിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്തായാലും അതിൻ്റെ പേര് നമുക്ക് കഴിഞ്ഞ വർഷം തന്നെ ഗ്രാവൈറ്റ് എന്നുള്ള പേര് അവർ അനൗൺസ് ചെയ്തതാണ്. ഇപ്പോൾ ഏതായാലും വണ്ടി അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 17-നാണ് ഈ വാഹനത്തിൻ്റെ ലോഞ്ച് വന്നിരിക്കുന്നത്. പ്രൈസും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പറയാം. എനിവേ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഡ്രൈവർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മുടെ ഹെഡ്ലൈംസിൻ്റെ ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പ്രൊജക്ടർ LED ഹെഡ്ലാംസ് കിട്ടുന്നുണ്ട്, DRLs വരുന്നുണ്ട്. അതുപോലെ ഗ്രില്ലിൻ്റെ ഡിസൈൻ മൊത്തമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഡ്രൈവറിൽ നമുക്ക് കുറച്ചും കൂടെ ചെറിയ ഗ്രില്ല്, അതെല്ലാം ഇച്ചിരി ഒരു സ്ലീക്ക് ആയിട്ടുള്ളൊരു ഗ്രില്ലാണ് വരുന്നത്. ഇതിനകത്ത് ഗ്ലോസി ബ്ലാക്ക് ഇൻസേർട്സ് അല്ല, കുറച്ച് വലിയ സൈസിലുള്ള ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബമ്പറിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. ഫോഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിലൊരു സിൽവറും അതുപോലെ റെഡ് ആക്സൻസും അവർ താഴത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ചേഞ്ചസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. വേറെ അങ്ങനെ മൊത്തത്തിൽ വ്യത്യാസമില്ല. സൈഡിലേക്ക് വരികയാണെങ്കിൽ ആക്ച്വലി എല്ലാം സെയിം ആണ്. ആകെപ്പാടെ നമ്മുടെ വീൽസിന് ഡിസൈനിലുള്ളൊരു വ്യത്യാസമുള്ളൂ. ഡ്രൈവറിൽ നമുക്ക് അലോയ് വീൽസ് കിട്ടുന്നില്ലായിരുന്നു. ഇതിൻ്റെ അകത്തും അലോയ് വീൽസ് അല്ല കിട്ടുന്നത്, സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റീൽ വീൽസ് ആണ്. പക്ഷേ സംഭവം കണ്ടാൽ നമുക്ക് ഏകദേശം ഒരു അലോയുടെ ലുക്ക് കിട്ടും. 15 ഇഞ്ച് വീൽസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ആക്സറൈസ്ഡ് മോഡൽ ആയതുകൊണ്ട് നമുക്ക് സൈഡിൽ കുറച്ച് ഡീക്കൽസും അതുപോലെ താഴത്തെ മറ്റേ ഡോറിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഡീക്കൽസും സാധനങ്ങളൊക്കെ കാണാം. അത് നോർമൽ വണ്ടിയിൽ വരില്ല. ഇനി റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിലും അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ഇതിനകത്ത് പറയാനില്ല. ടെയിൽ ലാംപ്സിൻ്റെ അകത്ത് ഇൻസേർട്സിൽ കുറച്ച് ചെറിയ വ്യത്യാസമാണെന്ന് പറയാം. പിന്നെ നമുക്ക് നിസാൻ്റെ ലോഗോ ഫ്രണ്ടിലും ബാക്കിലും ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. അതൊരു വലിയ ചേഞ്ചാണ്. പിന്നെ ഗ്രാവൈറ്റിൻ്റെ ബാഡ്ജിങ് നടുവിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ താഴത്തും ബാക്കിൽ നമുക്ക് സിൽവറും റെഡിൻ്റെയും ആ ഒരു C ഷേപ്പ് പോലത്തെ ഡിസൈൻ എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലത്തെ ബമ്പറിൻ്റെ ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട്. ബ്ലാക്ക് എലമെൻ്റൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് താഴത്ത് വരുന്നത്. സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡിസൈനിൽ നമുക്ക് ആകെപ്പാട് വ്യത്യാസം പറയാൻ പറ്റുന്നത്. ഇവർക്ക് വേണമെങ്കിൽ മാഗ്നൈറ്റിലും ഒക്കെ നമ്മൾ കണ്ട പോലെ നല്ലൊരു ഡിഫറൻസിയേഷൻ കൊടുക്കാമായിരുന്നു. പക്ഷെ അത് മനഃപൂർവ്വം ചെയ്യാതിരുന്നായിരിക്കും. എന്തിനാണ് ഇതിന് വേണ്ടി ഇത്രയും പൈസേനെ ചിലവാക്കി വേറെ ഡിസൈൻ ആക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. മാഗ്നൈറ്റിന് കൈകറിന് അതിൻ്റേതായിട്ടുള്ളൊരു ഡിസൈൻ ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ടെക്ടോണും അതുപോലെ നമ്മുടെ ഡസ്റ്ററും. രണ്ടും അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട്. എന്തായാലും ഇത് രണ്ടിലും അങ്ങനെ ഇല്ല. ഇനി ഇൻറ്റീരിയർ എടുക്കുകയാണെങ്കിലും അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഡാഷ്ബോർഡിൻ്റെ ലേഔട്ട് എക്സാക്ട്ലി സെയിം ആണ്. സ്റ്റിയറിംഗ് വീലിനകത്ത് നിസാൻ്റെ ലോഗോ ഉണ്ടെന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കളർ തീമിൽ അവർ കുറച്ച് ഡിഫറൻസ് പിടിച്ചിട്ടുണ്ട്. ഓവറോൾ കളർ രണ്ടിലും വരുന്നത് നമുക്ക് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലത്തെ ഒരു ഫിനിഷാണ്, ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഐവറി പോലത്തെ ഫിനിഷ് എന്ന് പറയും. ഇതിനകത്ത് പക്ഷേ അവർ എക്സ്ട്രാ ഒരു ചെറിയ ബ്ലാക്ക് സാധനം നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് ഇപ്പുറത്തായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി ഫീച്ചേഴ്സ് ആസ് സച്ച് എടുക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് ഉണ്ട്. പിന്നെ മാനുവൽ ലൈനായിട്ട് IR-VIMS വരുന്നുണ്ട്. പിന്നെ നോർമലി കിട്ടുന്ന പോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ OR-VIMS. പിന്നെ നമ്മുടെ ഡ്രൈവർ ഫേസ് ലിഫ്റ്റിൽ വന്ന പുതിയ 7 ഇഞ്ചസിൻ്റെ കളർ TFT ഡിസ്പ്ലേ ഇതിൻ്റെ അകത്തും കിട്ടുന്നുണ്ട് വിത്ത് നിസാൻ്റെ ആനിമേഷൻ, അതായത് നിസാൻ്റെ ലോഗോ ഒക്കെ അതത്രേ ഉള്ളൂ. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണെങ്കിലും സെയിം സംഭവം തന്നെയാണ്. 8 ഇഞ്ചസിൻ്റെ ഡ്രൈവറിൽ കണ്ട അതേ യൂണിറ്റ്. ഡ്രൈവറിൽ മാത്രമല്ല നമ്മുടെ മാഗ്നൈറ്റിലും കൈകറിലൊക്കെ ഇത് തന്നെയാണ് കാണുന്നത്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഭയങ്കര ബേസിക് UI ഒക്കെയാണ്. അതിൻ്റെ താഴത്തായിട്ട് നമുക്ക് കുറച്ച് ഫിസിക്കൽ കൺട്രോൾസ് കാണും. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, ഓട്ടോമാറ്റിക് ഹെഡ്ലൈംസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി സീറ്റ്സിൻ്റെ കളർ കോമ്പിനേഷനിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഡ്രൈവറിൽ നമുക്ക് അഗൈൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീറ്റ്സ് ആണ് കിട്ടുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കളറാണ് സീറ്റ്സിൻ്റെ ഒരു തീമിൽ പിടിച്ചിരിക്കുന്നത്. അത് കൊള്ളാം. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഡ്രൈവറിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡാഷ്ബോർഡിൽ നമുക്ക് 2 സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ്സ് കിട്ടുന്നുണ്ട്. അതിൽ താഴത്തേത് കൂൾഡ് ആണ്. പിന്നെ നമ്മുടെ നടുവിലൊരു ചെറിയ സ്റ്റോറേജ് ഉണ്ട്, അതും കൂൾഡ് ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷേ വേറെ സെപ്പറേറ്റ് അവിടെ ആംറസ്റ്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ നമുക്ക് എല്ലാ റോസിലും AC vents അവൈലബിൾ ആണ്. സെക്കൻഡ് റോ ആയിക്കോട്ടെ തേർഡ് റോ ആയിക്കോട്ടെ ഡെഡിക്കേറ്റഡ് AC vents അവർ കൊടുത്തിട്ടുണ്ട്. സോ ആ കാര്യത്തിലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ഡ്രൈവറിൽ ഉണ്ടായിരുന്ന സംഭവമാണ്. പിന്നെ സ്പേസ് മാനേജ്മെൻറ്റ്, അതിപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഡ്രൈവറിൻ്റെ എത്ര നല്ലതായിരുന്നു എന്നുള്ളത്. സബ്-4 പാക്കേജിൻ്റെ അണ്ടറിൽ ഈ വണ്ടി അത്യാവശ്യം നല്ല സീറ്റിംഗ് സ്പേസ് ആണ് സെക്കൻഡ് റോയിലും തേർഡ് റോയിലും എല്ലാം ഓഫർ ചെയ്യുന്നത്. ആ സെയിം സംഭവം തന്നെ ഗ്രാവൈറ്റിലേക്ക് അവർ ക്യാരി ഓവർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ വണ്ടിയുടെ ലോഞ്ചിൻ്റെ സമയത്ത് ഒരു ടെക്ന സ്പെഷ്യൽ എഡിഷൻ എന്ന് പറയുന്ന സാധനം കിട്ടുന്നുണ്ട്. ഒരു ലോഞ്ച് എഡിഷൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് ഇത്തിരി എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാമത്തേത് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഇൻബിൽട്ട് ആയിട്ടുള്ള ഡാഷ് ക്യാം അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ JBLൻ്റെ സ്പീക്കേഴ്സ് നമുക്ക് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം ഈ പറഞ്ഞ ടോപ്പ് ആൻഡ് ട്രിമ്മിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിന് പുറമെ വരുന്ന എയർ പ്യൂരിഫയർ, അത് പക്ഷേ അവർ നടുവിലൊരു ചെറിയ സാധനം പോലത്തെ തന്നെയാണ്. വേറെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഉള്ള എയർ പ്യൂരിഫയർ ഒന്നുമില്ല. പിന്നെ വയർലെസ് ചാർജർ. ഇത്രയാണ് നമുക്ക് ആക്ച്വലി ഡ്രൈവർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ എന്ന് പറയാൻ പറ്റുന്ന 4 ഫീച്ചേഴ്സ്. പക്ഷേ അഗൈൻ അതൊരു ലോഞ്ച് എഡിഷൻ പോലെയാണ് അവർ പറയുന്നത്. ഇത്ര കാലത്തേക്ക് ഉണ്ടാവും എന്നറിയില്ല. ഇനി അടുത്ത സേഫ്റ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പണ്ട് ഡ്രൈവറിന് ഗ്ലോബൽ ഇൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ 6 എയർ ബാഗ്സ് അവർ സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട്. ഡ്രൈവറിലാണെങ്കിലും ഗ്രാവൈറ്റിലാണെങ്കിലും നമുക്കത് കിട്ടുന്നുണ്ട്. അതല്ലാതെ ട്രാക്ഷൻ കൺട്രോൾ ആയിക്കോട്ടെ, ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, പിന്നെ TPMS നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. ഹിൽ ഹോൾഡ് അസിസ്റ്റൻസ് സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ആസ്പെക്റ്റിലും വലിയ പ്രശ്നമില്ലാത്തൊരു വാഹനമാണിത്. CMFA+ പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് പിടിക്കുമ്പോഴും വലിക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഒന്നും അത്ര ഭയങ്കര സ്ട്രെങ്ത് തോന്നില്ലായിരിക്കും. പക്ഷേ അണ്ടർനീത്ത് അവർ അത്യാവശ്യം സ്ട്രോങ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്.
ഇനി എഞ്ചിൻ ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഡ്രൈവറിൽ കിട്ടിയ അതേ 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ഇതിൻ്റെ അകത്തും കിട്ടുന്നത്. 72 PS പവറും 96 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. AMTയിലും അതുപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. AMT ഈസി ഷിഫ്റ്റ് എന്നാണ് ഇവർ വിളിക്കുന്നത്. മൈലേജ് ക്ലെയിംഡ് ഫിഗേഴ്സ് നിങ്ങൾക്ക് കാണാം. AMT ആണെങ്കിൽ 19.6 kmpയിലും മാനുവൽ ആണെങ്കിൽ 19.3 kmpയിലാണ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. 3 സിലിണ്ടർ ആണ്, നാച്ചുറലി ആസ്പിറേറ്റഡ് ആണ്. പ്രത്യേകിച്ച് വലിയ പവറൊന്നും ഇതിൻ്റെ അകത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് വണ്ടി ഫുൾ ലോഡ് ആണെങ്കിൽ നിങ്ങൾ നോക്കാൻ വേണ്ട. പക്ഷേ ഭയങ്കര ഷോർട്ട് ഗിയറിംഗ് ആണ് ഇതിൻ്റെ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സിറ്റിയിലൂടെയൊക്കെയാണ് കൂടുതൽ ഓടിക്കുന്നതെങ്കിൽ വലിയ പ്രശ്നം വരില്ല. നിങ്ങൾ ഹൈവേയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുകയാണെങ്കിലാണ് നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ AMT അത്യാവശ്യം നല്ല ലാഗിയാണ്. അത് പിന്നെ ഈ പവറില്ലാത്ത എഞ്ചിൻ്റെ കൂടെ AMT കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അങ്ങനെ ആയിരിക്കുമല്ലോ. അതാണ് അതിൻ്റെ സംഭവം. പിന്നെ ഈ വണ്ടിയുടെ ഒരു CNG കോൺസെപ്റ്റ് എന്ന് പറയുന്ന സാധനം അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അധികം വൈകാതെ CNG കിട്ടുമായിരിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് ട്വിൻ സിലിണ്ടർ ടെക്നോളജി ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ ടാറ്റയുടെ വണ്ടികൾ പോലെ ബൂട്ട് സ്പേസ് കൂട്ടാൻ വേണ്ടിയല്ല, ഇത് 7 സീറ്റർ ആക്കി അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ CNG കൊടുക്കാനാണ് ഇവർ ശ്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ടോപ്പിലേക്ക് 2 സിലിണ്ടേഴ്സ് വെച്ചിരിക്കുന്ന ഒരു സെറ്റപ്പാണ് കാണുമ്പോൾ. ഇത് ഇച്ചിരി ജുഗാഡ് പോലെ ഉണ്ട്. ഭയങ്കര ഒരു പ്രൊഫഷണൽ ഫീൽ പോലെയില്ല. പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് CNG അവർ കൊടുക്കുന്നുണ്ട് 7 സീറ്ററിൽ. പിന്നെ നമുക്ക് സ്പേസ് വേണമെങ്കിൽ ബാക്കിൽ തേർഡ് റോ എടുത്ത് ഊരി മാറ്റാനുള്ള ഫ്ലെക്സിബിലിറ്റി എല്ലാ വേരിയൻസിലും കിട്ടുന്നുണ്ട്. CNGയിൽ മാത്രമല്ല, അതൊക്കെ പണ്ടേ ഡ്രൈവറിൽ ഉണ്ടായിരുന്ന സംഭവമാണ്. അതൊക്കെ നമ്മൾ ഊരി മാറ്റി കഴിഞ്ഞാൽ CNGയിൽ അത്യാവശ്യം ബൂട്ട് സ്പേസും കിട്ടും. ഇതിൻ്റെ ഓവറോൾ ഡയമെൻഷൻസിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറിയ മറ്റേ ബമ്പറിൻ്റെ അവിടെ ഇവിടെയൊക്കെ വ്യത്യാസമുള്ളതിൻ്റെ ഉള്ളൂ. 182 mm ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ കിട്ടുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ഓവറോൾ ഈ വാഹനത്തെ പറ്റി പറയാൻ പറ്റുന്നത്. ഇനി പ്രൈസിലേക്കും വേരിയൻസിലേക്കും കിടക്കാം. ഇതിനകത്ത് നമുക്ക് ബേസിക്കലി 5 വേരിയൻസ് ആണ് കിട്ടുന്നത്. ഒന്ന് വിഷ എന്ന് പറഞ്ഞ സ്റ്റാർട്ടിംഗ് മോഡൽ, പിന്നെ ആക്സെൻ്റ് ഉണ്ട്, എൻകണക്റ്റ് ഉണ്ട്, ടെക്നി ഉണ്ട്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നോ ലോഞ്ച് വേർഷൻ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ മോഡൽ. മാനുവലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5.65 lakhsലാണ്. മാക്സിമം 8.35 lakhs വരെ പോകുന്നുണ്ട്. ഈസി ഷിഫ്റ്റ് എന്ന് പറഞ്ഞ AMT ഓട്ടോമാറ്റിക് നമുക്ക് എൻകണക്റ്റ് മോഡൽ മുതലാണ് കിട്ടി തുടങ്ങുന്നത്. താഴത്തെ 2 വേരിയൻസിലില്ല. 7.81 lakhs ആണ് അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 8.93 lakhs വരെ പോകുന്നുണ്ട്. അതായത് 60,000 രൂപയാണ് AMTക്ക് നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടത്. ആൻഡ് മൊത്തത്തിലുള്ള വേരിയൻസിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്യുകയാണെങ്കിലും വലിയ കുഴപ്പമില്ല. അധികം പ്രൈസ് ഡിഫറൻസ് വയ്ക്കാതെ തന്നെ ഓരോ വേരിയൻസും സസ്റ്റെയിൻ ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇത് ഒബ്വിയസ്ലി ഇവരുടെ ലോഞ്ച് പ്രൈസ് ആണ്. പിന്നെ നിങ്ങൾ ആദ്യത്തെ 5000 ബുക്കിംഗ്സിൽ വരുന്ന ഒരാളാണ് എങ്കിൽ അവർ 5 വർഷത്തെ ഫ്രീ സർവീസും ഓഫർ ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വാറണ്ടി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് 3 years ആണ് നോർമൽ വാറണ്ടി കിട്ടുന്നത്. പക്ഷേ 10 വർഷം വരെ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാനുള്ള ഒരു ഓപ്ഷൻ നിസാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് അഗൈൻ കൊള്ളാം. ഈ പ്രൈസ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നില്ലായിരിക്കും. പക്ഷേ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഡ്രൈവറിനേക്കാൾ 10,000 രൂപ താഴെയാണ് ഇവർ ഈ വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെച്ചിരിക്കുന്നത്. ഡ്രൈവർ ഇപ്പോൾ 5.76 lakhsലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 11,000 രൂപ എക്സ്ഷോറൂമിൽ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ടോപ്പ് എൻഡ് ആണെങ്കിലും നമുക്ക് 8.6 lakhs ആണ് അതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡിൻ്റെ ഈസി ഷിഫ്റ്റ് മോഡലിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് പക്ഷേ 8.49 ആണ് നോർമൽ വേരിയൻ്റ് കേട്ടോ. സ്പെഷ്യൽ എഡിഷൻ പിന്നെ അഗൈൻ അതിൻ്റെ അകത്ത് കുറച്ച് ഫീച്ചേഴ്സ് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് അവർ പ്രൈസ് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല, കാരണം നമുക്കത് മനസ്സിലാക്കാം. കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ അവർ തരുന്നുണ്ടല്ലോ. സാധാരണ എല്ലാ കമ്പനിയാണ് റീബാറ്റ് ചെയ്ത പ്രൈസ് കൂട്ടുകയാണ് ചെയ്യാറ്. ഇവരിവിടെ ഇപ്പോൾ പ്രൈസ് കുറച്ചു. അധികം വൈകാതെ തന്നെ പ്രൈസ് കൂട്ടും. കാരണം ശരിക്കും ഇത് റെനോയുടെ വണ്ടിയാണല്ലോ. അപ്പോൾ പിന്നെ നിസാൻ ജസ്റ്റ് റീബാറ്റ് ചെയ്ത് ഇറക്കിയെന്നുള്ളൂ. എനിവേ, എന്താണ് നിങ്ങൾക്ക് ഈ വാഹനത്തെ പറ്റി പറയാനുള്ളത് തീർച്ചയായും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ആണ് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് കറക്റ്റ് സൈഡ് ബൈ സൈഡ് കമ്പാരിസണൊക്കെ ഡ്രൈവറും ഇതും വെച്ച് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്കതും ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ video and goodbye.